റിപ്പോർട്ട് എക്സ്ക്ലൂസീവ്. ആലപ്പുഴ മാവേലിക്കരയിൽ മദ്യലഹരിയിൽ പോലീസ് വാഹനം ഓടിച്ച ഉദ്യോഗസ്ഥൻ. അതുകൊള്ളാം. വേലി തന്നെ വിളവ് തിന്നുക എന്നല്ല, വേലി തന്നെ കള്ളടിക്കുക. മാന്നാർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണ് കായംകുളം ചെട്ടികുളങ്ങര റോഡിൽ അപകടകരമായി വാഹനം ഓടിച്ചത്. ഒടുവിൽ മദ്യപിച്ച് അവശനായി റോഡരികിൽ വാഹനം നിർത്തുകയായിരുന്നു. നമുക്കതിലെ ദൃശ്യങ്ങളൊന്ന് കാണാം. എങ്ങനെയോ ഒരിടത്തും തട്ടാതെ വാഹനം പോയി. സാധാരണ പാമ്പെന്നൊക്കെ നമ്മൾ പറയും. ഇഴഞ്ഞു പോകുന്ന പാമ്പ് പോലെ ഒരു പോലീസ് വാഹനം പോകുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടത്. ഇഷ്ടത്തിന് വണ്ടി ഓടിക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ ഒരു ഘട്ടമായപ്പോൾ വണ്ടി നിർത്തി. അത് നന്നായി. ഇതാണ് പോലീസ് ഔദ്യോഗിക വാഹനം തന്നെ അടിച്ചിട്ട് ഓടിച്ചു. ഇതാണ് സംഭവം. മദ്യലഹരിയിൽ പോലീസിൻ്റെ യാത്ര. ഈ ചങ്ങാതിമാരാണ് ഊതാൻ വരുന്നത്, നമ്മളെ ഊതിക്കാൻ. അങ്ങനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ ഈ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നത്. പാമ്പ് പോലെ ഒരു പോലീസ് ജീപ്പ് പോണ പോക്ക് കണ്ട. ഏതെങ്കിലും ഒരു വണ്ടി എതിരെ വന്നിരുന്നെങ്കിൽ ഈ ചങ്ങാതിക്ക് തിരിക്കാൻ പറ്റൂ. ഒടുവിൽ ആ സ്റ്റിയറിംഗ് വീലിൽ തന്നെ കിടന്നുറങ്ങിയെന്നാണ് തോന്നുന്നത്. എന്തായാലും വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് പുള്ളി വിശ്രമിച്ചു എന്നാണ്. മാന്നാർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണ്. പിന്നീട് നോക്ക്, ഇങ്ങനെ ഇരിക്കുകയാണ് വണ്ടിയിൽ ക്ഷീണം കൊണ്ട്. ഒരു അടി മുന്നോട്ട് പോകാൻ പറ്റില്ല. മദ്യപിച്ച് അവശനായി റോഡരികിൽ വാഹനം നിർത്തുകയായിരുന്നു പിന്നീട് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. മാന്നാർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണ് ഈ പരിപാടി കാണിച്ചത്. ഇതാണ് ദൃശ്യങ്ങൾ. വണ്ടി പോണ പോക്ക് ആ റോഡിൻ്റെ വീതിയൊന്നും പോരാ കേട്ടാ. അപ്പോൾ എന്തായാലും വണ്ടി ഒരു ഭാഗത്ത് ഒതുക്കിയത് നന്നായി. ശരത്ത്, വെരി ഗുഡ് മോർണിംഗ് ശരത്ത്. എതിരെ വാഹനം വരാഞ്ഞത്, എതിരെ വണ്ടി കൊണ്ടുവരാഞ്ഞത് നാട്ടുകാരുടെ ഭാഗ്യം. ആ വണ്ടി പോണ പോക്ക് കണ്ട. ഈ ചങ്ങാതി അടിച്ചിട്ട് എങ്ങനെ ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാനുള്ള ധൈര്യം കിട്ടി? വേറെ ഉദ്യോഗസ്ഥന്മാരൊന്നും ഉണ്ടായിരുന്നില്ലേ? SHO എന്നും. ശരത്തെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് കായംകുളം ചെട്ടികുളങ്ങര റോഡിൽ ഇത്തരത്തിൽ മാന്നാർ പോലീസ് സ്റ്റേഷനിലെ വാഹനം അപകടകരമായ രീതിയിൽ ഓടിച്ചു പോവുകയാണ്. അതായത് വാഹനം റോഡിന്റെ ഇരുവശങ്ങളിലേക്കും ഓടിച്ചു പോകുന്നതായി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അങ്ങനെ തൊട്ടുപുറകിലുള്ള ബൈക്ക് യാത്രികരാണ് ഈ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിട്ടുണ്ടായത്. പിന്നീട് ഇവർ ഈ പോലീസ് വാഹനത്തെ പിന്തുടർന്നു. ദീർഘദൂരം വാഹനം ഇങ്ങനെ അപകടകരമായ രീതിയിൽ പോകുന്നത് കണ്ട് ഇതിന് ദൃശ്യങ്ങൾ കൂടി പകർത്തുകയും ചെയ്തു. പിന്നീട് വാഹനം മാവേലിക്കര VSM ആശുപത്രിക്ക് സമീപം ഒതുക്കി നിർത്തുകയായിരുന്നു. നോക്കിയ സമയത്താണ് പോലീസ് ഉദ്യോഗസ്ഥൻ മദ്യലഹരിയിൽ ഛർദ്ദിച്ചവശനായി വാഹനത്തിനകത്ത് കിടക്കുന്ന കാര്യം കൂടി ഇവർ കണ്ടത്. തുടർന്ന് ഇതിന്റെ അടക്കം ദൃശ്യങ്ങൾ അവർ പകർത്തുകയായിരുന്നു. സംഭവത്തിൽ എന്തായാലും മാന്നാർ പോലീസിൽ ഇക്കാര്യം വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസിൽ ഈ വിവരം അറിയിച്ചതിനെ തുടർന്ന് കൺട്രോൾ റൂമിലടക്കം പോലീസ് ഇവിടെ എത്തി പരിശോധന നടത്തി. പക്ഷേ ഏറെ സങ്കടകരമായ കാര്യം, സാധാരണഗതിയിൽ നാട്ടുകാരോ സാധാരണക്കാരോ മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ വലിയ ശക്തമായ നടപടികളിലേക്ക് പോലീസ് ഉടൻ തന്നെ കടക്കാറുണ്ട്. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥനെ ഇങ്ങനെ മദ്യപിച്ച് വാഹനം ഓടിച്ചത് നേരിട്ട് കണ്ടിട്ട് പോലും പോലീസ് ഉദ്യോഗസ്ഥർ നടപടിയെടുത്തില്ല. ഇതേ വാഹനത്തിൽ തന്നെ അദ്ദേഹത്തെ മുഖം കഴുകിയ ശേഷം എഴുന്നേൽപ്പിച്ച് വീണ്ടും വാഹനം ഓടിച്ച് സ്റ്റേഷനിലേക്ക് പോകാൻ നിർദ്ദേശിച്ചു എന്നുള്ളതാണ്. ആ രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് പോലും അലംഭാവം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. മാന്നാർ പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറാണ് ഇത്തരത്തിൽ ഈ വാഹനം ഓടിച്ചത്. ഡ്രൈവർ മാത്രമായിരുന്നു ഈ വാഹനത്തിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത്. സ്റ്റേഷനിലെ SHO ഇത്തരത്തിൽ വീട്ടിലേക്ക് കൊണ്ടുവിട്ട ശേഷം മടങ്ങി വരികയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. SHO കായംകുളത്ത് ഒരു വീട്ടിലായിരുന്നു താമസിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ കായംകുളത്ത് SHO കൊണ്ടുവിട്ട ശേഷം തിരികെ വരുന്ന സമയത്താണ് ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ അപകടകരമായ യാത്ര. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കണ്ടാൽ വ്യക്തമാണ്. ഈ വാഹനം റോഡിന്റെ ഇരുഭാഗങ്ങളിലേക്കും ഇത്തരത്തിൽ പൊളഞ്ഞു പോകുന്നുണ്ട്. ഏതെങ്കിലും വാഹനമോ യാത്രക്കാരോ കാൽനട യാത്രക്കാരോ ഈ വാഹനത്തിന്റെ മുൻപിൽപ്പെട്ടാൽ തീർച്ചയായും വലിയൊരു അപകടത്തിന് കൂടി സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ അത്തരമൊരു അപകടം ഉണ്ടായില്ല എന്നുള്ളത് ഭാഗ്യകരമാണ്. പക്ഷേ എന്നാലും ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടി പോലും എടുക്കാതെ പിന്നീട് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് വിടുകയാണ്. ഉദ്യോഗസ്ഥർ ആ സമയത്ത് അവിടെ എത്തിയ മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ മാവേലിക്കര സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥരാണെന്ന് മനസ്സിലാക്കുന്നു. അവർ ചോദിച്ച സമയത്ത് ഉദ്യോഗസ്ഥൻ ഈ വാഹനം ഓടിച്ച ഡ്രൈവർ പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ താൻ അവശനായതുകൊണ്ട് കിടക്കുകയാണ് എന്ന് മാത്രം പറഞ്ഞ് പോകാൻ കഴിയുമോ? ആരോഗ്യ പ്രശ്നമൊന്നും അല്ലല്ലോ അല്ലേ? മദ്യപിച്ചിട്ട് തന്നെയല്ലേ കിടക്കുന്നത്? അതാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മദ്യലഹരിയിലാണോ അല്ലെങ്കിൽ ഇത്തരം ആരോഗ്യ പ്രശ്നമുണ്ടോ എന്ന കാര്യങ്ങൾ പോലീസ് സ്ഥിരീകരിക്കേണ്ടതായിരുന്നു. അതിന് സാധാരണഗതിയിൽ ഇത്തരം ആളുകളെ ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായും VSM ആശുപത്രിക്ക് സമീപത്ത് വെച്ചാണ് ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥരെ കാണുന്നത്. ആരോഗ്യ പ്രശ്നമുള്ള ആണെങ്കിൽ തീർച്ചയായും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമായിരുന്നു. പക്ഷേ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയില്ല എന്ന് മാത്രമല്ല, ഈ വൈദ്യപരിശോധന, അതായത് മദ്യലഹരിയിലാണോ എന്ന പരിശോധന നടത്താനോ ഇതിൽ കേസെടുക്കാനോ തയ്യാറായില്ല എന്നുള്ളതാണ്. ഇദ്ദേഹത്തെ
മദ്യത്തിന്റെ മണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ വ്യക്തമായി പറയുന്നത്. അതുകൊണ്ട് തന്നെ മദ്യലഹരിയിലാണ് എന്ന കാര്യം വ്യക്തമാണ്. കാരണം അല്ലെങ്കിൽ സാധാരണഗതിയിൽ ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായും ആശുപത്രിയിൽ പോയി പരിശോധന നടത്തി എന്താണ് ഈ പ്രശ്നം, കാരണം ആ രീതിയിലായിരുന്നല്ലോ വാഹനം ഗുരുതരമായ രീതിയിൽ ഓടിച്ചു പോയത്. അതുകൊണ്ട് തന്നെ അത്തരം പരിശോധന നടത്താതെ തന്നെ പോലീസിന്റെ ഒളിച്ചുകളിയാണ് ഈ മദ്യലഹരിയിൽ പോലീസിനെ, ഈ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ കൂടി നടത്തിയ പോലീസിന്റെ ഒളിച്ചുകളി കൂടി ഇതിൽ വ്യക്തമാണ്. എന്തായാലും ശക്തമായ നടപടി ഈ വിഷയത്തിൽ വേണമെന്ന് തന്നെയാണ് നാട്ടുകാർ കൂടി മുന്നോട്ട് വെക്കുന്നത്. രാത്രി നാട്ടുകാർ വളരെ വൈകാരികമായിട്ടാണ് നമ്മളെ ഈ ഫോണിൽ ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇത് ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള കാര്യം. എന്തായാലും നിലവിൽ SP അടക്കം ഈ വിവരം നമ്മൾ കൈമാറിയിട്ടുണ്ട്. തുടർ നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും അത് നടപടി വേണം. കാര്യം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിൽ തൊട്ടടുത്ത ആശുപത്രിയിലല്ലേ കൊണ്ടുപോകേണ്ടത്? ആശുപത്രി കൊണ്ടുപോകാതെ എന്തിനായിരുന്നു ഈ ഒളിച്ചുകളി? ആശുപത്രി കൊണ്ടുപോയാൽ മദ്യലഹരി ഉണ്ടെന്നറിയും. അങ്ങനെ വന്നാൽ ഇമ്മീഡിയറ്റ്ലി പ്രശ്നമാവുമല്ലോ. പോലീസുകാർ തന്നെ ഇങ്ങനെ തുടങ്ങിയാൽ വലിയ കഷ്ടമാണ് കേട്ടോ. ഊതിക്കാൻ വരുന്ന സമയത്ത് തിരിച്ചൂതിക്കേണ്ടി വരുന്ന അവസ്ഥയിലാകരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഭൂരിപക്ഷം പോലീസുകാരും നല്ല വൃത്തിയായിട്ട് ആ പണിയെടുക്കുന്ന മനുഷ്യരാണ്. എന്തിനാ സ്വരാജെ നല്ലൊരു പേരും വല്ല ആവശ്യമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു കാരണവശാലും മദ്യപിച്ച് വാഹനം ഓടിക്കാനും സാഹസം കാണിക്കാനും പ്രിയപ്പെട്ട പ്രേക്ഷകർ നിൽക്കരുത്. മദ്യമൊക്കെ കഴിച്ചാൽ ചിലപ്പോൾ തോന്നും എനിക്ക് ഓടിച്ച് വീട്ടിൽ പോകാനുള്ള ധൈര്യം ഉണ്ടെന്ന്. അല്ല, നിങ്ങളറിയാതെ നിങ്ങളുടെ തലച്ചോറിനെയും നിങ്ങളുടെ നാഡീഞരമ്പുകളെയും മയക്കി കിടത്തുന്ന പരിപാടിയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ റിഫ്ലക്സ് കിട്ടൂല, പിടിച്ചാൽ കിട്ടൂല, കണ്ടാൽ തിരിയത്തുമില്ല. പ്രത്യേകിച്ച് ലൈറ്റൊക്കെ മുഖത്തടിക്കുന്ന സമയത്തെ പ്രശ്നമാവും. പ്രത്യേകം ശ്രദ്ധിക്കുക.